കൊടുക്കുമാറാണ്. പിതാവേ, ഈ വേർപാട് എന്നതേക്കുള്ള വേർപാടല്ല, ഇനിയും കാണുമെന്നുള്ള ഒരു ചെറിയൊരു വേർപാടാണ് ഇത് മനസ്സിലാക്കാൻ കർത്താവേ നിന്റെ കൃപയെ സ്ഥാനത്ത് എപ്പോഴും ഇവരിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിതാവേ തുടർന്നുള്ള സർവീസിനെ പ്രാർത്ഥിക്കുന്നു. എല്ലാം നിന്റെ അനുഗ്രഹം കൊടുത്തോളാം. ഇവിടുന്ന് ഞങ്ങളുടെ നിലയിൽ തുടർ പ്രാർത്ഥിക്കുന്നു. ഈ മകൻ ജീവിച്ച എത്ര വർഷങ്ങൾ കർത്താവെ നീ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കും. ഫലപ്രദമായ ഒരു ജീവിതം ജീവിക്കാൻ ഈ മകനെ ചേർന്നിടും അങ്ങേറിയ തീരത്ത് വേഗമാ ചേർന്നിടും അങ്ങേറിയ തീരത്ത്. വേഗമാ ചേർന്നിടും അങ്ങേറിയ തീരത്ത് വേഗമാ ചേർന്നിടും അങ്ങേറിയ തീരത്ത്. ആശാഗ്രഹം ആശിപ്പാനോ സമാധാനം കൊടുക്കുമ്പോൾ അടങ്ങിയതെന്ന് എൻ്റെ കർത്താവ് അരുമനാഥൻ ഈ ലോകം വിട്ട് പൂജിപ്പെട്ടവനായ കർത്താവ് പോയിട്ട് ഭയവില്ലരായി കഴിഞ്ഞ തന്റെ ശിഷ്യന്മാരെ കഥകടച്ച് ഭയവില്ലരായി നിരാശരായി നിരാലംബരായി കഴിഞ്ഞ ആ സന്ദർഭത്തിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷമായി അവരോട് പറഞ്ഞ വാക്കാണ് ഇപ്പോൾ എന്റെ ഹൃദയത്തിലെ ഓർമ്മകൾ എന്ന് കർത്താവ് പറഞ്ഞു. ഇത്തരുണത്തിൽ ഈ പ്രിയ ഭവനത്തിലും ആ ദിവ്യമായ സമാധാനമാണ് ആവശ്യമായിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരൻ തങ്കച്ചന്റെ വേർപാടിന്റെ ബന്ധത്തില് ഭർത്താവ് നൽകിയ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്വീകരിക്കുന്നു. എന്റെ അമ്മയുടെ ഭാര്യന്റെ അമ്മാച്ചന്റെ മകനാണ്, മകന്റെ മകനാണ്. കർത്താവിലേക്ക് കർത്താവ് വിളിച്ചു നൽകപ്പെട്ട പ്രിയ തങ്കച്ചൻ ഞങ്ങളുടെ കുടുംബബന്ധത്തില് താഴിക കുടുംബം എന്ന് പറയും. അതിലും താഴിക കുടുംബത്തില് പ്രധാനമായും ഒരു ശാഖയാണ്. അത് താഴിക ശാഖയില് ഈ സഹോദരന്റെ വേർപാടുള്ള ബന്ധത്തില് ഇങ്ങനെ വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപം വരുന്നതാണ് ശ്രേഷ്ഠമെന്നും നല്ലതെന്നുമാണല്ലോ ഞാൻ ഈ ആശ്രമങ്ങൾ പോലും പറയുന്നത്. ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നവൻ ദൈവത്തിന്റെ പദം. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്റെ തനിക്ക് ദൈവം കൊടുത്ത തന്റെ കൊച്ചു കുടുംബം കുഞ്ഞുങ്ങളെയൊക്കെ നല്ല നിലയിൽ വളർത്തുവാനും സ്നേഹസമ്പന്നനായ ഒരു പിതാവായി എല്ലാവരും മാതൃകയുള്ള ഒരു കുടുംബ ജീവിതത്തെ ഇപ്പോൾ ബിസിനസ് രംഗത്തും
നല്ല നിലയിൽ ദൈവം അനുഗ്രഹിച്ചു. ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, സാമൂഹികമായി, സാമ്പത്തികമായി എല്ലാ നിലയിലും ദൈവം അനുഗ്രഹിച്ചു. ദൈവം കൊടുത്ത താലന്തുകളെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുവാനും തക്ക സമയത്ത് തന്നെ ദൈവം വിളിച്ച് ചേർത്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആകുന്നത് അത്യുത്തമമായ കാര്യമാണല്ലോ. ഈ ലോകത്തിലെ വാസം അവസാനിപ്പിച്ച് താൻ കർത്താവിൽ വിനയം പ്രാപിച്ചിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ആകയാൽ നാം ഒരിക്കൽ ഒരു ദിവസം ഇതേ അനുഭവത്തിൽ കൂടെ നാം പോകേണ്ടവരായാൽ ലഭിക്കുന്ന സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങൾക്കും വാസ്തവമായി വേർപാട് ദുഃഖം തന്നെയാണ്. പ്രായം, അടുപ്പം, സ്നേഹം ഒക്കെ അനുസരിച്ച് അതിന്റെ വ്യാപ്തി കൂടും കുറവും മാത്രമേ ഉള്ളൂ. എന്റെ വ്യക്തിപരമായ എന്റെ ഈ സഹോദരന്റെ വേർപാടിൽ ഉദ്ധരായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസി, കുഞ്ഞുങ്ങള്, സന്തോഷ്, അപ്പുറത്ത് ഒത്തിരി പ്രത്യാശയുടെ അനുഭവം കർത്താവിന്റെ തിരുവചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യാശിക്കാൻ നൽകുന്നതാണ്. കർത്താവിന് സഞ്ചരിക്കാൻ ആവശ്യമായ കൈതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരുവാൻ ശിഷ്യന്മാരോട് ചട്ടം കിട്ടുമ്പോൾ കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾ പോകുകയും കെട്ടപ്പെട്ട ഒരു കഴുതക്കുട്ടിയെ കാണും, അതിനെ നിങ്ങൾ അഴിച്ചുകൊണ്ട് വരണം. ആരെങ്കിലും എന്തിന് അഴിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. ശിഷ്യന്മാർ കൽപ്പനനുസരിച്ച് പോവുകയും കെട്ടപ്പെട്ട കഴുതക്കുട്ടിയെ കാണുകയും ഉടമസ്ഥ എന്തിനെ അഴിക്കുന്നത് ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. തടസ്സം കൂടാതെ അവർ അതിനെ വിട്ടയക്കുകയും ചെയ്തുവെന്ന് തിരുവചനം വായിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട ഇതാനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവർക്ക് മനുഷ്യപരമായ രീതിയിൽ എന്തിനെന്നോ ഇപ്പോഴെന്തിനെന്നോ കൊണ്ടുപോകാനൊക്കെ ചോദിക്കാൻ സാധിക്കും. ദുഃഖത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ എനിക്ക് ഓർമ്മിക്കുവാനുള്ളത് നമ്മുടെ കർത്താവിന് ഈ ദാസനെ കൊണ്ട് ആവശ്യമുണ്ട്. സ്വർഗത്തിൽ ആത്മാവിന്റെ ഉടയൻ ദൈവമാണ്. തിരി വിളിക്കുവാനെ കൊണ്ടുള്ള അവകാശവും ദൈവത്തിനുള്ളതാണ്. ജനനത്തിനും മരണത്തിലേക്കുള്ള ജീവിത കാലഘട്ടം ശരിയാവണ്ണം പിടികൊള്ളുന്നതായ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനെ കൊണ്ടുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പുരോഹിതരോട് വളരെയധികം ബഹുമാനത്തോട് പെരുമാറുവാനെ കൊണ്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. പിതാവിനെ കടന്നുപോക്ക് ഈ കുടുംബം സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതാണെന്ന് സംശയമില്ല. എങ്കിൽ തന്നെ അപ്പുറത്ത് വലിയ പ്രത്യാശ കണ്ടെത്തുവാൻ തക്കവണ്ണം തിരുവനന്തപുരം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഉടയവൻ ആത്മാവിനെ തിരികെ വിളിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അല്പസമയത്തിന് ശേഷം ഈ ദാസനെ ഈ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കത്തില്ല എന്നൊരു ദുഃഖം നമ്മുടെ അഞ്ചാത്മാവിനുണ്ട്. കാണുവാൻ ദൈവത്തെതിരേൽക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലോകത്തോളം കടപ്പെട്ടിരിക്കുകയാണ്. ഈ ലോകമായാണ് തിരിച്ചറിഞ്ഞ് ഇവിടെ ലഭിക്കുന്ന സമയം ചുരുക്കമാണെന്ന് ബോധ്യപ്പെട്ട് നിശ്ചിത ദീർഘമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി മുഴുകി ജീവിപ്പാനെ കൊണ്ടുള്ള ഒരു ആടവുകൾ മാത്രമാണ് ഈ ലോകം. ഏത് മനുഷ്യൻ കണ്ണീരിനെയും നീക്കിക്കളയട്ടെ. പ്രത്യാശയിൽ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഈ ദാസനുമായുള്ള ആത്മീയ ബന്ധം ശക്തിപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ നിത്യജീവന്റെ മാമോദിസയുടെ ദാസൻ ഈ മരണം വഴിയായി നിത്യജീവന്റെ സജീവ അനുഭവത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. പുതിയ ജീവനെ പ്രതീക്ഷിക്കുകയും ആ ലോകത്തേക്ക് ഒഴുകി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ദാസന്റെ ജീവിതത്തെ വർദ്ധിതം ചെയ്യുവാൻ കുറവുകളെ തിരിച്ച ദൈവമായ ഏറ്റവും മോചനം പ്രാപിച്ച് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സന്ദർഭമായി മാറുന്നുവെങ്കിൽ ഇത് ദൈവം പാകെ പ്രസാദകരമായിരിക്കും. അതിന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. മരണം കൊണ്ട് ഞാൻ
പ്രത്യാശയുണ്ട് നിന്റെ മക്കളെ വായിക്കണമെന്ന് തിരുവുമ്പായി ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണ നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് ഇവരുടെ ഹൃദയം നീക്കുന്ന വേദനകളെയും കണ്ണീരിനെ നീക്കി പ്രത്യാശ അനുഭവിക്കാനായി തീരുവാൻ സഹായിക്കും. ഒരുമിച്ച് ഭാഗ്യം ലഭിക്കുന്നത് പ്രേക്ഷിച്ച് നല്ല ശുശ്രൂഷകളും അനുഗ്രഹീതമായി തീരുന്നുണ്ട്. വന്നീരാൾ എല്ലാ പ്രിയപ്പെട്ടവരും മറ്റസമയത്ത് വന്നീരുവാനും അനുഗ്രഹീതമായ യാത്രയ്ക്ക് ദാസം വരുവാൻ തക്കവണ്ണം അനുഗ്രഹം എല്ലാ സാഹചര്യങ്ങളെയും തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് മുഖാന്തരമായി തീരുന്നു. ആയിരങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാനുമാനും എല്ലായ്പ്പോഴും സ്തുതി സ്തോത്രം കരയറ്റുന്നതിനായിട്ട് തന്നെ. ഭാഗ്യരാജ്യം ഒന്നുണ്ടതിൽ വാനശോഭ നിത്യം സായാഹ്നം അങ്ങുണ്ടാകില്ല അതിൻ സൂര്യൻ യേശു ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും ചൊല്ലുകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു അങ്ങു വേണം നീതി ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും ചൊല്ലുകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. മഹത്വവീടും ഒന്നുണ്ട് സ്വർഗീയ മന്ദിരം ഈഹേ നാം സ്നേഹിച്ചോർ നമ്മെ എതിരേൽക്കും അതിൽ ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും ചൊല്ലുകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. എല്ലായ്പ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാവുന്നു ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് വഴി നടത്തുമ്പോൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ എല്ലാം നിന്റെ വകയാകുന്നു മനസ്സിലാക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ചെറുക്കാതെ ഈ ലോകത്തിലെ ജീവിക്കാനും ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനും ദുഃഖങ്ങളും വേദനകൾ അനുഭവിക്കാനും എല്ലാം നീ നൽകുകൊണ്ടെല്ലാം മുഖാന്തരങ്ങൾക്കായി പ്രിയപ്പെട്ടവരെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ സഹായിക്കുന്നു. പ്രിയപ്പെട്ട വേർപാട് ഞങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതേ അനുഭവത്തിൽ ഇതേ അവസ്ഥയിൽ കൂടി ഏതെങ്കിലും ഒരു നാൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടതാവുന്നു. ആയതിനാൽ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല ആയുസ് നിന്നോടുള്ള ബന്ധത്തിൽ ജീവിച്ച് ഞങ്ങളുടെ മരണത്തിന് വേണ്ടി ഒരുങ്ങുവാൻ
എപ്പോൾ നീ വിളിച്ചാലും നിന്റെ മോർസനിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. ദൈവമായി എല്ലാവർക്കും നൽകി കൊടുക്കണമേ. ഞങ്ങളെല്ലാവരുടെയും കുറവ് ക്ഷമിക്കണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥന ഉള്ളടക്കണമേ. എന്നാണ് ഞങ്ങൾ അറിയുന്നത്. എൻ്റെ അപ്പൻ്റെ ഒരു സ്നേഹിതൻ കൂടിയാണ് തങ്കച്ചേരി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തങ്കച്ചേരി ഞങ്ങൾ നല്ല ബിസിനസ് സംഘമായി കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് ആലോചനകളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളെ മകനെ പോലെ സ്നേഹിക്കുകയും ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിനകത്ത് ഒരു മുൻകരുതലായി തന്നെ അവിടെ നിൽക്കുകയും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മക്കള് മകനൊക്കെ വർത്തമ സമുദായത്തിൻ്റെ യുവനസ്ഥിതിയുമായൊക്കെ വീട്ടിൽ വരികയും അന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പ്രത്യേകം വന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് അച്ഛൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയത്. കാലത്തിന്റെ യുവനിക്കുള്ളിൽ മറിഞ്ഞ് ഈ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ചെങ്ങറ അല്ലെങ്കിൽ കോന്നി നിരവധി കുടുംബത്തിന്റെ വ്യത്യാസം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയ മാതാവിനെ മക്കളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവമായ ദിവസത്തിന്റെ മധ്യാസമയത്ത് ഞങ്ങളുടെ ദർശനത്തിലേക്ക് അടുത്ത് വരുന്നു. അവിടെ നമ്മൾക്ക് അധികാരമുള്ള ജീവിതത്തിനായിട്ട് ഈ ഭൂമിയിലെ ജീവിപ്പാനായിട്ട് കർത്താവെ അങ്ങേ അറിയുന്നതായിട്ട് നിലനിൽക്കാൻ ഇടവകയിലെ സമൂഹത്തിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രിയ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന അവരുടെ കുടുംബജീവിതത്തിൽ അവർ നൽകിയ എല്ലാ നന്മകളെയും ഈ സമയത്ത് ഓർക്കുന്നു. മക്കളെ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പിതാവിന്റെ പാതയെ പിൻപറ്റുവാൻ എന്റെ നന്മകളെ മനസ്സിലാക്കുവാനൊക്കെ അവിടുന്ന് സഹായിച്ചു. ദൈവമായ കർത്താവെ മരണം നേരത്തെ വേദനാജനകമാണെങ്കിലും അതിനപ്പുറമായിട്ടുള്ള ഒരു നിത്യതയെക്കുറിച്ചുള്ള അവിടുത്തെ ഉറപ്പ് അതിൽ വിശ്വസിപ്പാനായിട്ട് ഞങ്ങൾ എല്ലാവരും സഹായിക്കണം. ദൈവകുർബാനകളെ ഒന്ന് ആശ്വസിപ്പിക്കണം. വേദനിക്കുന്നവരോട് വേദനിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും കർത്താവ് ഒന്നാകെ നന്ദിയോടെ മറിയുടെയും മാത്തയുടെയും ഭവനത്തിലെത്തി അവരെ ആശ്വസിപ്പിക്കാനായ ദൈവം ഈ ഭവനത്തിലും എത്തിക്കുകയും അവരെ ആശ്വസിപ്പിക്കണമെന്ന് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. എല്ലാം കർത്താവെ അതിലൂടെ ഞങ്ങൾക്ക് ദൈവത്തിന്റെ മുഖത്ത് രക്ഷിപ്പാൻ ഇടയാക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവത്തെ മാറാമേ. ദയവായിട്ട് വരുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കരയും നേരം മാനസമേ
പിതാവിൻ്റെ മകൻ ഷൈനി മല്ലശ്ശേരി വേദനയും മാർത്തോമ ഇടവകാരണമാണ്. മല്ലശ്ശേരി വേദനയും മാർത്തോമ ഇടവകയിൽ പേഴുകാട്ടുകൊണ്ടിൽ ശ്രീ അച്ചൻകുഞ്ഞിന്റെ ഭാര്യയായിട്ട് അവിടെ ദീർഘകാലമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മല്ലശ്ശേരി വേദനയും മാർത്തോമ ഇടവകയിലെ സജീവ അംഗങ്ങളാണ് പേഴുകാട്ടുകൊണ്ടിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും. ഷൈനിയും കുഞ്ഞുങ്ങളും അച്ചൻകുഞ്ഞും എല്ലാ സംഘടനകളിലും പ്രവർത്തിക്കുന്നു, സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മല്ലശ്ശേരി വേദനയും മാർത്തോമ ഇടവകയുടെ ദുഃഖവും സങ്കടവും അനുശോചനവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾ ഒരു പാട്ടിന്റെ ഒരു വരി പാടുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിലസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ദർശിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിനായി നന്ദിയും സ്തോത്രം അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഓർക്കുവാനും ചിന്തിക്കുവാനും അതിനനുസരണമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുവാൻ തക്കണം ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ ഭവനത്തിനായി നന്ദിയോട് സ്തോത്രം. പ്രിയ സംഘടിച്ചാന്റെ വേർപാടിൽ ദുഃഖരായി കഴിയുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ശിഷ്യ പ്രിയദാസി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കൃപയിൽ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനമായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ.